ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്ന അതേ ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ്, കൊലയാളി ടാസ്ക്. ബിഗ് ബോസ് ഓരോരുത്തരെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ 2 കൊലയാളികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവർ നിങ്ങളെ പിടിക്കാനായിട്ട് അല്ലെ നിങ്ങളെ അപായപ്പെടുത്താനായിട്ട് നോക്കും. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മത്സരാർത്ഥികളോട് ഓരോരുത്തരോട് ചോദിക്കുന്നത്. അതനുസരിച്ച് മത്സരാർത്ഥികൾക്ക് മരണത്തെ പേടിയുണ്ട് എന്ന രീതിയിൽ തന്നെ അവർ പേടിക്കുന്നുണ്ട്. ഇതിനകത്ത് ഋഷിയൊക്കെ വിളിച്ച് നോക്കുമ്പോൾ ഋഷി അതേ പേടിക്കുന്നുണ്ട്. കഥകിൻ്റെ പുറകിലുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഋഷി പോയി ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ അവരോട് തടുത്ത് നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. യമുന റാണി പറയുന്നുണ്ട്, എനിക്ക് മക്കളൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പേടിയുണ്ടെന്നാണ് പറയുന്നത്. ഒടുവിൽ ജിൻഡോ വരുന്നുണ്ട്. ജിൻഡോട് ചോദിക്കുന്നുണ്ട്, 2 കൊലയാളികൾ ഒളിഞ്ഞിരിപ്പുണ്ട്, നിങ്ങളെ ഏത് സമയവും അപായപ്പെടുത്തും, നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറയും ഇടിച്ച് ഞാൻ അപ്പി ഇടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അവർ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്, നിങ്ങളപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയും. ഒന്നോ അതിലധികം ആൾക്കാർ കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയും, 6 വന്നാലും ഞാൻ അതിനെ നേരിടും, പക്ഷേ ഇവിടെ അത് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്, എന്നെങ്കിലും കുഴപ്പമില്ല, വിടും ബിഗ് ബോസെ, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ചൂണ്ടുവിരലം കൊണ്ട് അവരെ നിർത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ അഭ്യാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അഭ്യാസമൊക്കെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, മർമ്മമൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിനെ കാണിക്കുന്നുണ്ട്, എങ്ങനെ ഇടിച്ച് സൂപ്പാക്കുമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. അപ്പോൾ ഈ പഞ്ച് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് സീൻ മോനെ എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് വരുന്നുണ്ട്. വെളിയിലേക്ക് വരുമ്പോഴാണ് ജാസ്മിൻ്റെ ഒരു വാചകം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കൊലയാളികൾ കൊല്ലുമ്പോൾ ഊളയിടാൻ ഒരു ഊള വേണമെന്ന് രീതിയിൽ ജാസ്മിനോട് ഒരു വർത്തമാനം പറയുന്നുണ്ട്. റസ്മിനോടും അർജുനോടും അതോടൊപ്പം തന്നെ ശ്രീധുവിനോടും. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ജാസ്മിൻ എന്തിൻ്റെ കേടാണ്? ഒരു മനുഷ്യനെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു ഇത് തന്നെയാണ് ജാസ്മിനോട് ഉള്ളത്. അങ്ങനെ ഓരോ മത്സരാർത്ഥിയെ വിളിച്ചു, അവരോട് എന്താ പറഞ്ഞു വിട്ടിട്ടുള്ളത് അത് അവർ മനസ്സിലാക്കി വെളിയിൽ പറയരുതെന്നാണ്. ഒടുവിൽ ജാസ്മിൻ പോകുന്നുണ്ട്. ജാസ്മിൻ പോയിട്ട് വെറുതെ അങ്ങ് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതുപോലെ നിങ്ങളാണ് ആ കൊലയാളികളുടെ ഒരു കൂട്ടാളി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോഡൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ബിഗ് ബോസ് ആണോ എന്ന് കൂട്ടാളി ചോദിക്കുമെന്ന് പറയും, ഞാൻ ബോബിക്സ് ആണെന്ന് പറയണം തിരിച്ച്. അപ്പോൾ പറഞ്ഞാൽ മാത്രമേ അങ്ങനെ അത് 2 പേരും തമ്മിൽ മനസ്സിലാകത്തുള്ളൂ എന്ന രീതിയിൽ ഒരു കോഡുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും എല്ലാ മത്സരാർത്ഥികളോടും ബിഗ് ബോസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വെളിയിൽ ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ടാസ്ക് ആണോ പ്രാങ്ക് ആണോ എന്നുള്ള രീതിയിൽ മത്സരാർത്ഥികൾ വലിയ ഒരു ടെൻഷനിലൊക്കെയാണ്. എന്നാൽ ഇത് ഒരു റീ എൻട്രി, അതായത് വരുന്ന മത്സരാർത്ഥികളുടെ ഒരു റീ എൻട്രി ആയിട്ടാണ് തോന്നുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് സംഭവിക്കുന്നത്. കാരണം വെളിയിലൊക്കെ കുറേ ശ്മശാനം പോലത്തെയൊക്കെ സെറ്റ് ചെയ്തതായിട്ടാണ് പ്രൊമോയിൽ കണ്ടിരിക്കുന്നത്. ഇനി എന്താ നടക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.